നിങ്ങളുടെ അന്നേ പറഞ്ഞു ഈ പടു ജാഹില്, ഈ വഹാബി പച്ച കള്ളമല്ലാതെ ഈ ചങ്ങായിന്റെ നാവിൽ നിന്ന് വരൂല എന്നുള്ളത് മുമ്പേ ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ കേട്ടില്ല നിങ്ങള്? ഇയാള് പറയാണ് പരിശുദ്ധ ഖുർആനില് പെപ്സി ഹറാമാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന്. കാരണം വെച്ചാൽ നേർക്കുനേരം ഇപ്പൊ ഈ ലാസ്റ്റ് നിങ്ങൾ കേട്ടില്ലേ, പെപ്സി അതിനെതിരെ ഖുർആനിൽ ആയത്തുണ്ട്. 1400 വർഷം മുമ്പ് പെപ്സി വിലക്കി എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട് ഖുർആനിൽ പെപ്സി പാടില്ലെന്ന്. നിങ്ങൾ കണ്ടോ? പെപ്സി കുടിക്കല് അത് ശരീരത്തിന് നല്ലതല്ല, പക്ഷെ പരിശുദ്ധ ഖുർആനില് അത് ഹറാമാണ് എന്ന് ഈ പടുജാഹില്, ഈ കള്ള വഹാബി അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പെപ്സി ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. ഇത്ര വലിയൊരു പടുജാഹിലിനെയാണ് നിങ്ങളിങ്ങനെ കൊണ്ടു നടക്കുന്നത് നേതാവ് പറഞ്ഞിട്ട്. ഇതാണോ നിങ്ങളെ നേതാവ്? ജീവിതത്തിൽ ഒരിക്കൽ പോലും സത്യം പറയാത്ത കള്ളം പറയുന്ന ടീമാണ് വഹാബികളും അതുപോലെ തന്നെ ആരിഫ് ഹുസൈനും. അതിൽപ്പെട്ട ഒരു വർഗമാണ് ഈ വഹാബി വർഗത്തിൽപ്പെട്ട ഈ പടുജാഹിലായ ഈ ബാലുശ്ശേരി. നിങ്ങൾ നോക്കി, സ്റ്റേജിൽ കയറിയിട്ട് ഒരുപാട് പാവപ്പെട്ട ആളുകളെ മുമ്പിൽ വെച്ചിട്ട് പച്ച കള്ളം പറയാണ് പരിശുദ്ധ ഖുർആനിൽ പെപ്സി ഹറാമാണെന്ന്. നിങ്ങളതിനൊന്ന് ചിന്തിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഒരു സുഖമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും.